നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ജൂലൈ മാസത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ചില നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും. ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. 2026 ജൂലൈ മാസത്തിൽ ഒരു വലിയ ഭാഗ്യത്തിന്, നേട്ടത്തിന്, സർവൈശ്വര്യത്തിന് യോഗം കാണുന്നു നിങ്ങളിൽ. സകലമാന സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷേത്രദർശനം വേണം. പ്രത്യേകിച്ച് ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക. ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു നേട്ടമാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ഒരു നാളികേരമുടച്ച് പ്രാർത്ഥന നടത്തുക. സർവൈശ്വര്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും. 2026 ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ നാളുകളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറാൻ കാരണം ചില ഗോചരഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നത് തന്നെയാണ്. ഇങ്ങനെ ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗജകേസരി യോഗം രൂപപ്പെടും. ഈ ഗജകേസരി യോഗത്താൽ നമ്മുടെ സകലമാന കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, വളരെ പെട്ടെന്നാണ് ധനവാനായി തീരുക, വളരെ പെട്ടെന്നാണ് ഇവർക്ക് സർവൈശ്വര്യം വന്നു ചേരുക, വളരെ പെട്ടെന്നാണ് ഇവരുടെ ജീവിതം മാറിമറിയുക. ഇങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും സർവൈശ്വര്യവും വന്നു ചേരുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആദ്യത്തെ 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അത് മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണിത്. ആയുരാരോഗ്യവർദ്ധന, ശത്രുദോഷ ശമനം, അഭിഷ്ടസിദ്ധി, ധനാഗമനം, ഇതൊക്കെ ഇവർക്ക് സംഭവിക്കും. മേടരാശിക്കാരെ സംബന്ധിച്ച് വരുന്ന ഒരു വർഷക്കാലം ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവരെത്തും. ജൂലൈ മാസത്തിൽ അവരുടെ ഗജകേസരി യോഗം ആരംഭിക്കും. ഇവരുടെ ബിസിനസ് വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും. ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇതിലും വലിയൊരു ഭാഗ്യം വരാനില്ല. കോടീശ്വര യോഗത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം, ഇനി ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തി പ്രാർത്ഥന നടത്തണം. മേടൻ രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം നടത്തി പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറിലെ
ആയില്യവും പൂയവും പുണർതവുമാണ്. പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യസമ്പന്നതയുടെ സമയമാണ്. പ്രതിസന്ധികൾ അവസാനിക്കുന്നു. ഇഷ്ട സന്താന ലാഭം, അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി, ദുരിതങ്ങളൊക്കെ മാറി സർവാഭിഷ്ട സിദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്, ധനയോഗമുണ്ട്, എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ്. സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്ന ഇവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടും. വിദേശത്ത് പോകും. വിദേശത്ത് പോകുക മാത്രമല്ല, വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. അടുത്തത് മീനക്കൂറുകാരാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. മീനക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം അല്ലെന്ന് അവരൊന്ന് പറയട്ടെ, കഴിഞ്ഞ 3 വർഷക്കാലം ഇവർ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ദുരിത ദുഃഖങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, ജോലിയുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ സ്വൈര്യതയില്ലായ്മ, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിൽ അതൊക്കെ മാറി ഇനി കലഹനിവൃത്തിയും മത്സരം ഒഴിവാക്കലും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, സന്തോഷമാണ്. ഞാനീ പറയുന്നതൊക്കെ പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നിങ്ങളുടെ പേര്, ജന്മനക്ഷത്രം ഇവ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയയ്ക്കുക. തീർച്ചയായും മറുപടി തരും. അപ്പോൾ മീനൻ കൂറുകാർക്ക് ഇനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം. അടുത്തത് മകരക്കൂറുകാരാണ്. മകരക്കൂറിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള സമയമാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്, വിദേശത്തേക്ക് പോകാനുള്ള യോഗമുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. കണ്ണന് കദളിപ്പഴം നേദിച്ച് പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. അത്രയധികം ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കർമ്മരംഗത്ത് അഭിവൃദ്ധി വന്നു ചേരും. ആത്മബലം വർദ്ധിക്കും. ആയുർ വർധനവുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും ഇത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള സമയമാണ്. പ്രതിസന്ധികൾ അകലുന്നു, പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും. ഇപ്പോൾ വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ വിദേശത്ത് ഒരുപാട് ചാൻസൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ സകലവിധ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഇനി ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഒക്കെ എത്തും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം എന്ന് തന്നെ ഇതിനെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളെ തേടി ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. ദാനധർമ്മങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് നൽകി മുന്നോട്ട് പോവുക. രക്ഷപ്പെടും, ഉറപ്പാണ്.